സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ കനത്ത പോളിംഗ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയൊക്കെ ആ ചൂട് സെൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇത് വളരെ ആവേശകരമായൊരു ഇലക്ഷനാണ്. ഞാൻ ബോംബെയിലാണ് ഇരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്ന ചർച്ചകളും വാദങ്ങളും വിവാദങ്ങളും ഒക്കെ കാണുമ്പോൾ അറിയാം, ഇന്നൊന്നുമില്ലാത്തതുപോലെ നല്ല ഒരു ചൂടുള്ള ഇലക്ഷനാണ് ഇപ്രാവശ്യം കേരളത്തിൽ നടക്കുന്നത്. ഇലക്ഷൻ്റെ ദിവസം പാഠഭേദത്തിൽ ഇലക്ഷനെക്കുറിച്ചല്ലാതെ പിന്നെ എന്തിനെക്കുറിച്ച് പറയുവാൻ? പ്രത്യേകിച്ചും ഈ വിശ്വാസികളായ ആളുകൾക്ക് ഇലക്ഷൻ എന്നുള്ള വാക്കൊക്കെ വായിൽ എടുക്കുന്നത് തന്നെ പാപമാണ് എന്നുള്ള ചിന്തയൊക്കെ ഉള്ളവരുണ്ടാകാം. പക്ഷെ ഞാൻ അങ്ങനൊരു വിശ്വാസിയല്ല. സാമൂഹികമാകുന്ന ഇടപെടലുകൾ, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നീതിബോധത്തോടെ ഒരു ദൈവവൈതൽ പ്രവർത്തിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം എന്ന വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അതായത് ലോകമനുഷ്യന് തന്നെ നീതിബോധമുണ്ട്, പ്രബുദ്ധതയുണ്ട്. അതിലൊക്കെ അപ്പുറമായ ഒരു നീതിബോധവും പ്രബുദ്ധതയും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനുണ്ടാകണം. കാരണം അവൻ്റെ ഉള്ളിൽ സകല സത്യത്തിലേക്ക് വഴി നടത്തുന്ന, നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് അവൻ്റെ നീതിബോധം സാധാരണ മനുഷ്യർക്ക് അപ്പുറമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ണടച്ച് കണ്ടില്ല എന്ന് നടിക്കുവാൻ പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. അവൻ സാമൂഹികമാകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇടപെടലുകൾ നടത്തുന്നവനായിരിക്കും. പലപ്പോഴും പലർക്കും ഇതിൻ്റെ മർമ്മം അറിയില്ല. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ ഒട്ടകപക്ഷി തല മണ്ണിൻ്റെ അകത്ത് പൂഴ്ത്തി വെക്കുന്നത് പോലെ ചുറ്റുമൊന്നും കണ്ടില്ല എന്ന് നടിച്ച് കഴിയുന്ന ജീവിതമാണ് വിശുദ്ധ ജീവിതം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ഒട്ടകപക്ഷിയുടെ ചിന്ത ഈ തല മണ്ണിൻ്റെ അടിയിൽ പൂഴ്ത്തി വെച്ചാൽ പിന്നെ അദ്ദേഹത്തെ ആരും കാണുകയില്ല എന്നൊക്കെയാണെന്ന് പറയുന്നു. എന്താണെങ്കിലും ഞാൻ അങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനോ തല മണ്ണിൻ്റെ അടിയിൽ പൂഴ്ത്തി വെച്ച് രക്ഷപ്പെടുവാനോ ഒന്നും ശ്രമിക്കുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള നീതിബോധം കൊണ്ട് കേരളത്തിൽ വോട്ടവകാശമുള്ള എല്ലാവരോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. സമ്മതിദാന അവകാശം ഒരു പൗരൻ്റെ ഏറ്റവും വലിയൊരു അവകാശമാണ്. നാം ആണ് ഇന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. ആരെങ്കിലുമൊക്കെ ജയിച്ചു കഴിഞ്ഞ ശേഷം അയ്യോ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നത് തീർത്തും മടയത്തരമാണ്. ഇന്ന് ഞാൻ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം വോട്ട് ചെയ്ത ശേഷം പുറത്തു വന്ന് പത്രക്കാരോട് നടത്തിയ ചില പ്രസ്താവനകൾ ഞാൻ കണ്ടു. അതെനിക്കിഷ്ടപ്പെട്ടു. അതാണ് ഇന്ന് ഇങ്ങനൊരു പാഠഭേദം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം പറയുന്നു, ഇന്നത്തെ ദിവസം വോട്ട് ചെയ്യുന്നവനും വോട്ട് വാങ്ങുന്നവനും തുല്യരാണ്. അതായത് നാം വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ വോട്ട് വാങ്ങിക്കുന്ന ആൾ ജയിക്കാൻ പോകുന്നത്. നല്ല ഒരു പ്രസ്താവന. മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ വിജയം ജനങ്ങളുടെ നിതാന്ത ജാഗ്രതയാണെന്ന് ബിഷപ്പ് പറയുന്നു. മാത്രമല്ല, ബിഷപ്പ് പറയുന്നത് ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഐഡിയലൈസ് ചെയ്യപ്പെട്ട ഇയാളല്ലാതെ മറ്റൊരാൾ ഇല്ല എന്ന് പറയത്തക്കവണ്ണം, ഇയാൾ മാത്രമാണ് എന്ന് പറയത്തക്കവണ്ണം വിഗ്രഹങ്ങൾ ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാനന്തവാടി രൂപത ബിഷപ്പിൻ്റെ ആ വാക്കുകൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കാം. അതായത് ജനാധിപത്യത്തിൽ ജനത്തിൻ്റെ നിതാന്ത ജാഗ്രത, അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ രണ്ടാമതൊരു വലിയൊരു തത്വമായിട്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങളുണ്ടാകാൻ പാടില്ല. വിഗ്രഹങ്ങളുണ്ടായാൽ അതോടെ ജനാധിപത്യം തകരും. അതായത് ഈ സമയത്ത് വോട്ട് ചെയ്യുന്നവരും ആർക്കാണ് വോട്ട് ചെയ്യപ്പെടേണ്ടവരും അവരെല്ലാവരും തുല്യരാണ്. ഇങ്ങനെ തുല്യരായിരിക്കുന്ന അവിടെ നിന്നാണ് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോകുന്നയാൾ തനിക്ക് വോട്ട് ചെയ്യാത്തവരുടെയും പ്രതിനിധിയാണ്. ഒരിക്കൽ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും മതത്തെയോ ജാതിയോ ഒന്നുമല്ല. അപ്പോൾ ബിഷപ്പ് പറഞ്ഞത് കൃത്യമായിട്ടും ശരിയല്ലേ? ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നാം പ്രബുദ്ധതയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ളവരാണ്. രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഏത് പാർട്ടിക്കാണ് ഞാൻ എന്നും വോട്ട് ചെയ്യുന്നത് ആ പാർട്ടിക്ക് തന്നെ ഇന്നും വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രബുദ്ധത. പക്ഷെ ഞാൻ സംസാരിക്കുന്ന പ്രബുദ്ധത
കേവലം രാഷ്ട്രീയ പ്രബുദ്ധതയല്ല, സാമൂഹിക പ്രബുദ്ധതയാണ്. കേരളമെന്ന സംസ്ഥാനം ശരിക്കും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ, ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയുടെ അവസാന തുരുത്താണ് കേരളമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും കേരളത്തിൻ്റെ നീതിബോധം, കേരളത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഒക്കെ ശരിയായിട്ട് നേരിൻ്റെ വഴിയിലൂടെ ചിന്തിക്കുവാൻ കേരളക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങ് ദൂരെ മുംബൈയിൽ താമസിക്കുന്ന എന്നെപ്പോലുള്ളവർ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഒരു നേരിൻ്റെ ഒരു വെളിച്ചം, ഒരു ടണലിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്ന ഒരു ചെറിയ വെളിച്ചം പോലെ പ്രതീക്ഷ നൽകുന്ന ഒരു വെളിച്ചമാണ് കേരളത്തിലെ ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആസാദിയുടെ പ്രേക്ഷകരോട്, എന്നെ കേൾക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കനത്ത പോളിംഗ് നടക്കുന്നു. ഉച്ച കഴിഞ്ഞ് ഇനി ഒത്തിരി വോട്ട് നടക്കും. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് നടന്ന ഒരു ഇലക്ഷനായിട്ട് ഇത് മാറാം. കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്കറിയാം ഈ ഇലക്ഷൻ്റെ പ്രാധാന്യം എന്തെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ മാക്സിമം ആളുകൾ വോട്ട് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചാൽ അത് പറയുകയല്ല ആസാദിയുടെ ജോലി. പക്ഷേ നിങ്ങളുടെ അകത്തുള്ള നീതിബോധം, നിങ്ങളുടെ അകത്തുള്ള സാമൂഹിക പ്രതിബദ്ധത, നിങ്ങൾക്ക് നൽകുന്ന ചേതന എന്താണ്, അതനുസരിച്ച് കൃത്യമായി നിങ്ങളുടെ സംവിധാന അവകാശം വിനിയോഗിക്കണം. ഇത്രമാത്രം ഞാൻ പറയാം. നിങ്ങളുടെ മണ്ഡലത്തിൽ പാർട്ടി ഏതുമാകട്ടെ, സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ ഒരു ദുഷ്ടനോ, ഒരു ഈ പറഞ്ഞ അഴിമതിക്കാരനോ, ഈ പറഞ്ഞ എന്തെങ്കിലുമുള്ള മോശമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവനോ, ഒരു ഗുണ്ടയെപ്പോലെ ഒക്കെ ജീവിക്കുന്നവനോ ഒക്കെയാണെങ്കിൽ ഒരു കാരണവശാലും പാർട്ടി ഏതൊന്നും നോക്കണ്ട കേട്ടോ, അയാൾ ജയിക്കരുത്. മറിച്ച് നീതിയുള്ള നമ്മുടെ വിശ്വാസങ്ങൾ ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അത്തരം വിശ്വാസങ്ങളെ, അത്തരം ധാർമ്മിക നിയമങ്ങളെ ഒക്കെ പാലിക്കുന്ന, ജീവിതത്തിൽ സംശുദ്ധിയുള്ള, ജീവിതത്തിൽ കേരള ജനതയ്ക്ക് ഇതെൻ്റെ MLA ആണെന്ന് പറയാൻ അഭിമാനത്തോട് കഴിയുന്ന വ്യക്തി ആരാണോ അവർക്ക് വോട്ട് കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ വിഗ്രഹവൽക്കരിക്കപ്പെടരുത്. ബിഷപ്പ് പറഞ്ഞതുപോലെ വിഗ്രഹവൽക്കരിക്കപ്പെടരുത്. രാഷ്ട്രീയ പ്രബുദ്ധത എന്ന പേരിൽ ആർക്കും പോയി വോട്ട് കൊടുക്കരുത്. ഇനിയും സമയമുണ്ട്, സമയം തീർന്നിട്ടില്ല. വൈകിട്ട് ഈ വോട്ടെടുപ്പിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ചിന്തിക്കുകയാണ് എൻ്റെ വോട്ട് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ച് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അവരും പോയിട്ട് വോട്ട് ചെയ്യണം എന്ന് ഒരു നല്ല പൗരൻ എന്ന നിലയിൽ, ഒരു പൗരൻ്റെ കടമ, ഒരു സാമൂഹിക മാധ്യമ പ്രവർത്തകൻ്റെ കടമ എന്ന നിലയിൽ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാകാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് ഒരു അഭ്യർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. കേരളത്തിൻ്റെ അടുത്ത ഭരണം അതാര് വന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടുകൂടെ വോട്ടുകൾ ചെയ്യുക. പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ട ദൈവകൃപയുള്ള ആത്മനിറവുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് തന്നെ അപ്രകാരം ഒരു വിവേകവും സമാധാനവും ഒക്കെ നൽകുവാൻ ഇടയെ തീരും. അതുകൊണ്ട് പണ്ട് മുതലേ പാസ്റ്റർമാർ പറയുന്ന ഒരു വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, പ്രാർത്ഥനയോടുകൂടെ വോട്ട് ചെയ്യുക. കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.